അയ്യോ, നന്നായി കറക്റ്റ് സമയത്ത് എത്തിയേ. ഒത്തിരി വൈകിയെന്നാ കരുതിയേ. ഇന്നലെ ഇതുങ്ങളൊക്കെ ബോക്സറാണെന്ന് ചോദിച്ചതാ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. വായി നോക്കി സമയത്തായി. അത് ലേറ്റായി. അതിന്റെ കാരണമാണ് ചോദിച്ചത്. അതെന്നെ ലേറ്റ് ആയെന്ന്. നോക്ക്, ഞാൻ ആ കാശ് തരുന്നത്. ഈ 2 മണിക്കൂർ എൻ്റെ. ഞാൻ എന്ത് പറഞ്ഞാലും നീ ചെയ്യണം. ഇനി എന്നെ മാസ്റ്ററിനെ വിളിക്കുക ഉറക്കത്തിൽ പോലും. ആനസറിനെ കേടുകട്ടെ കൊന്ന് കുഴിച്ചു മുടും. മനസ്സിലായോ? എന്താ ഇതിനൊക്കെ പോകാമോ? അതോ അതിനും റൂളുണ്ടോ? പോയി വാങ്ങി പോ. ഇതായപ്പോൾ നന്നായ. ഈ പൊട്ടൻ ആ പ്രാന്തിക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോകണോ? മാസ്റ്റർക്ക് നോക്കൗട്ട് തന്നെ. മാറാ. അടുത്ത് ഷൂസ് എവിടെ? 1 മിനിറ്റ് മാസ്റ്റർ ജി. നിന്റെ ഷൂസ് ഇങ്ങതാ. ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരാം. എന്താ എല്ലാം ഇറങ്ങ. ബോക്സിംഗിൽ എത്ര പഞ്ചസ് ഉണ്ട് മാസ്റ്റർ? അതൊക്കെ എനിക്കറിയാം. ഇങ്ങ് വാ. ദൂരം എന്ന് പറഞ്ഞാൽ മതി. 4 വയസ്സ് മുതൽ പഠിച്ചോണ്ടിരിക്കുക. അലി മുഹമ്മദ് അലിയുടെ അടുത്തുനിന്ന് ആശാന്റെ എല്ലാ ഫൈറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. അറിയോ? എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? കുറെ പഠിച്ചു. എത്ര അടിച്ചാലും മതിയാവില്ല. എടുക്കുന്നവരോ അങ്ങനെ ഇടിച്ചോണ്ടേയിരിക്കണം. 4 പഞ്ചസേ ഉള്ളൂ. മാസ്റ്റർ ഇതൊക്കെ എനിക്കറിയാം. പേരറിയത്തില്ല. ആണോ? ശരി, എന്നെ പഞ്ച് ചെയ്ത് നോക്കട്ടെ. പഞ്ച് ചെയ്യുമ്പോൾ ബോഡി മുഴുവൻ സ്ട്രെച്ച് ചെയ്യണം. ദേ ഇങ്ങനെ. ദൂരെ നിന്ന് പറഞ്ഞല്ലേ? ഡിവണ്ണേ, നിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിട്ടൊന്നല്ല ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? ഇയാളങ്ങനെ മയങ്ങിയാലും എന്നെ അതിനെ കിട്ടുമെന്ന് വിചാരിച്ച. ഏയ് സന്തോഷ് മാസ്റ്റർ. ഓൺലി ഡിഫൻസ്. അപ്പുറത്തോട്ട് മതി. വാ, നീ പഠിച്ചൊന്ന് കാണിക്കും. മുഹമ്മദ് അലി, വെറുതെ ചാടി ഇടിക്കുന്നതിന്റെ പേര് ബോക്സിംഗ് എന്നല്ല. കമാൺ, ഗെറ്റ് അപ്പ്. എണീക്കടി. മൈൻഡ്, ബുദ്ധി, തലമണ്ട, തലച്ചോറ് ഇതൊക്കെ ഉപയോഗിക്കണം. പോയി പുഷപ്സ് എടുക്ക്. ഗോ. 50 പുഷപ്പ് എടുത്തില്ലേ? നീ ബോക്സിംഗ് പഠിക്കാനാണോ അത് കണക്ക് എഴുതാനാണോ വേണ്ടത്? അതെന്താ 50 പുഷപ്പ്? ചാവുന്നത് വരെ ചെയ്യും. ഡു ഇറ്റ് ടിൽ യു ഡൈ.